ഹലോ എവ്രി വൺ, ഡോക്ടർ മഞ്ജുല ഹിയർ. ഇന്ന് നമുക്ക് ഫുൾ സിലബസിൻ്റെ കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. എൽഡർലി ക്ലയൻറ്റ് ടെൽസ് എ പേഷ്യൻറ്റ് ദാറ്റ് യുവർ ബിഹേവിയർ റിമൈൻഡ്സ് മീ ഓഫ് മൈ ഡോട്ടർ. വിച്ച് ഈസ് ദിസ് തെറാപ്യൂട്ടിക് സ്റ്റേറ്റ്മെൻറ്റ്? കൗണ്ടർ ട്രാൻസ്ഫറൻസ്, റെസിസ്റ്റൻസ്, റിഫ്ലക്ഷൻ. അപ്പോൾ എന്താ പേഷ്യൻ്റ് പറയുന്നുണ്ട് നഴ്സിനോട്, നിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ എൻ്റെ മോളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് എന്ന് പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് സൈക്കാട്രിയിൽ നമ്മൾ ഇതിനെ ട്രാൻസ്ഫറൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സിനെ വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് അൺകോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ്. അവരുടെ ഫീലിങ്സ് മറ്റൊരു വ്യക്തി, അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ മേലുണ്ടാകുന്ന ഫീലിങ്സ് എല്ലാം ഒരു സ്ട്രേഞ്ചറിന് അല്ലെങ്കിൽ അറിയാത്ത ഒരാളോട് അതെല്ലാം കാണിക്കുന്നതാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. സോ വെർ യു ആർ അൺകോൺഷ്യസ്ലി ട്രാൻസ്ഫറിങ് ദ ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓർ ഡിസയേഴ്സ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് ഫ്രം എ സിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളിൽ നിന്നുള്ള ആ ഇമോഷൻസ് ഒക്കെ നമ്മൾ തെറാപ്പിസ്റ്റിലേക്ക്, നഴ്സ് ആവാം, ഡോക്ടർ ആവാം, ഫിസിയോതെറാപ്പിസ്റ്റ് ആവാം, ആരുടെ മേൽക്ക് വേണമെങ്കിലും ഇതാവാം. സോ ദാറ്റ് ഈസ് ട്രാൻസ്ഫറൻസ്. So here she is associating the nurse with her daughter. ഇനി ഇതിൽ തിരിച്ചും സംഭവിക്കാം. അതെന്താണെന്ന് നോക്കാം. കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്നാണ് അതിന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നേഴ്സ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് അവർക്ക് പേഷ്യനോട് തോന്നുന്ന ഫീലിങ്സ്, സോ ദേ പ്രൊജക്ട് ദെയർ ഓൺ ഫീലിങ്സ് ഓൺ ടു ദ ക്ലയൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. അടുത്ത മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ്ലി they are trying to avoid പെയിൻഫുൾ ഫീലിങ്സ് അല്ലെങ്കിൽ തോട്ട്സ് ഒക്കെ. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ആരെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടോപ്പിക്ക് ചേഞ്ച് ചെയ്ത് കളയും അല്ലേ? അത് റെസിസ്റ്റൻസാണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലക്ഷൻ ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ്. അപ്പോൾ പേഷ്യൻസിൻ്റെ ഒരു ഫീലിങ്സിനെ നമ്മൾ മിറർ ചെയ്യും അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും, അത് തന്നെ തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ണാടിയിൽ ഇങ്ങനെ മുഖം നോക്കുമ്പോൾ നമ്മുടെ തന്നെ റിഫ്ലക്ഷൻ തിരിച്ചു വരത്തില്ല, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് പറയുന്നതിന് നമ്മൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതെന്തിനാ? അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ തരം ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇങ്ങനെ എൻക്ലെക്സ് അതുപോലത്തെ എക്സാംസിനൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവർ കൂടുതലും ചോദിക്കുക. അപ്പോൾ ശരി, നമ്മൾ പറഞ്ഞു വന്ന ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും. ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് നേഴ്സിനോട്ടോ അല്ലെങ്കിൽ എനി ഹെൽത്ത് കെയർ പ്രൊവൈഡറിനോട് തോന്നുന്ന ഫീലിങ്സ് തിരിച്ചു വരുന്നതാണെങ്കിൽ നേഴ്സിന് പേഷ്യൻറ്റിനോട് തോന്നുന്നതാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. എ മെൻ്റലി ഇൽ ക്ലയൻറ്റ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ആൻറ്റിസൈക്കോട്ടിക് ഈസ് അഡ്മിറ്റഡ് വിത്ത് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് മസിൽ റിജിഡിറ്റി, ഹൈപ്പർതേർമിയ, ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ് ആൻഡ് എലിവേറ്റഡ് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്. വിച്ച് സൈഡ് ഇഫക്റ്റ് ഷുഡ് ദ നഴ്സ് സസ്പെക്ട് ഫോർ? അപ്പോൾ ആൻറ്റിസൈക്കോട്ടിക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. കുറച്ച് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇതിലേതാണ്? ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം, ടാർഡീവ് ഡിസ്കൈനേസിയ, ഡിസ്റ്റോണിയ, അക്കത്തേസിയ. അപ്പോൾ വി ആർ ലുക്കിംഗ് അറ്റ് ദ സൈഡ് ഇഫക്ട്സ് ഓഫ് ആൻറ്റിസൈക്കോട്ടിക്സ്. പേഷ്യൻ്റ് മസിൽ റിജിഡിറ്റി, ഹൈപ്പർതെർമിയ, ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ്, അതുപോലെ CPK എലിവേറ്റഡ് ആണ്. സോ വാട്ട് ഡസ് ഇറ്റ് ഷോ? സോ ദ പേഷ്യൻ്റ് ഇസ് ഹാവിങ് NMS or neuroleptic malignant syndrome. ഇതൊരു ലൈഫ് ത്രെറ്റനിങ് സൈഡ് ഇഫക്റ്റ് ആണ്. ആൻറ്റിസൈക്കോട്ടിക്കിൻ്റെ ലൈഫ് ത്രെറ്റനിങ് സൈഡ് ഇഫക്റ്റ് ആണ്. മാനിഫെസ്റ്റേഷൻസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് കുറച്ചൊന്ന് പറഞ്ഞോട്ടെ. ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഫീവർ എന്ന ഒരു ഷോർട്ട് ഫോമിൽ നമുക്കത് ഒരു ന്യൂമോണിക്കിൽ നമുക്കിത് ഓർക്കാം. ഫീവർ ഉണ്ടാവും അല്ലെങ്കിൽ ഹൈപ്പർതെർമിയ. ഓക്കെ, സോ ഹൈ ഫീവർ ഇസ് ദെയർ, ഹൈപ്പർതെർമിയ ഇസ് ദെയർ. പിന്നെ മസിലൊക്കെ നല്ല റിജിഡ് ആയിരിക്കും, ബോഡിയുടെ മസിൽസൊക്കെ റിജിഡിറ്റി ഉണ്ടാകും. പിന്നെ ഓട്ടോണമിക് ഡിസ്ഫങ്ഷൻ, ദേ ഷോ ഹൈ BP, ടാക്കിക്കാർഡിയ. ഹൈ BP എന്ന് പറഞ്ഞാൽ റിയലി ഹൈ BP, ദർ വിൽ ബി ടാക്കിക്കാർഡിയ ആൻഡ് ഓൾട്ടേർഡ് മെൻ്റൽ സ്റ്റേറ്റസ് ആൻഡ് എലിവേറ്റഡ് CPK. കേട്ടോ, അത് ഓർത്തോളണം. എന്തുകൊണ്ടാണത്? മസിൽ ബ്രേക്ക് ഡൗൺ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ റാബ്ഡോമയോലൈസിസ് എന്ന് വെച്ചാൽ, റാബ്ഡോമയോലൈസിസ് എന്ന് പറഞ്ഞാൽ സ്കെൽറ്റൽ മസിലിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. മയോലൈസിസ് എന്ന് പറഞ്ഞാൽ മസിലിൻ്റെ ബ്രേക്ക് ഡൗൺ, ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ. സോ റാബ്ഡോമയോലൈസിസ് കാരണം ആണ് ഈ ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് നിമോണിക്സ് ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ ഇങ്ങനെ നോക്കിക്കോളൂ. ഫീവർ എന്ന നിമോണിക്കാണ്. F സ്റ്റാൻഡ്സ് ഫോർ ഫീവർ തന്നെ, E ഫോർ എൻസെഫലോപ്പതി, B ഫോർ വൈറ്റൽ സൈൻ ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ BP ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എലിവേറ്റഡ് M സ്റ്റാൻഡ്സ് ലൈക്ക് CPK ആൻഡ് R സ്റ്റാൻഡ്സ് ഫോർ റിജിഡിറ്റി. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്
topic that you should never ever forget in psychiatric nursing. Okay, side effects of antipsychotics വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ടാർഡിയവ് ഡിസ്കൈനേസിയ, ഡിസ്റ്റോണിയ, അക്കാത്തേസിയ. എന്താണോ ഓരോന്നൊന്നും നോക്കാം. ടാർഡിയവ് ഡിസ്കൈനേസിയ എന്ന് പറഞ്ഞ് ഇതെല്ലാം സൈഡ് എഫക്ട്സ് ആണ് ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ. ടാർഡിയവ് ഡിസ്കൈനേസിയയിൽ ഇൻവോളണ്ടറി repetitive movements, especially that of face and tongue. എന്ന് വെച്ചാൽ ഇപ്പം ഫേസിൽ അല്ലെങ്കിൽ യൂഷ്വലി ഈ ഏരിയയിൽ ഇപ്പം ആ സറൗണ്ടിങ് ഏരിയയിലുമായിട്ട് കാണുന്ന റെപ്പറ്റേറ്റീവ് ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് ടാർഡിയവ് ഡിസ്കൈനേസിയ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ദെൻ ഡിസ്റ്റോണിയ. ഡിസ്റ്റോണിയ എന്ന് പറഞ്ഞാൽ എന്താ? മസിലിൻ്റെ ഇൻവോളണ്ടറി മസിൽ കൺട്രാക്ഷൻ. അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് ഉണ്ടാവും, അബ്നോർമൽ പോസ്ചേഴ്സ് അല്ലെങ്കിൽ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്. സോ ഫോർ എക്സാമ്പിൾ കൈ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു അബ്നോർമൽ മസിൽ കൺട്രാക്ഷൻ ഉണ്ടാവും, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ആയിട്ട് വരുന്നു. അപ്പം മസിലിൻ്റെ ഇൻവോളണ്ടറി കൺട്രാക്ഷൻ ആണ് അവിടെ മേജർ ആയിട്ടുള്ള മസിൽസിൻ്റെ. പിന്നെ അക്കാത്തേസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? intense inner feeling of restlessness and there is a feeling to be constantly on motion. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള റെസ്റ്റ്ലെസ്നെസ് കാരണം അത് പുറത്തേക്ക് കാണുന്നതാണ്. അപ്പോൾ ആ ചെയ്യുമ്പോൾ അവർക്ക് ആ റെസ്റ്റ്ലെസ്നെസ്, അകത്തുള്ള ആ റെസ്റ്റ്ലെസ്നെസ് കുറയും. സോ അക്കാത്തേസിയ ഇസ് ദ ഡിസയർ ടു ബി ഇൻ കോൺസ്റ്റന്റ് മോഷൻ. അപ്പോൾ ഹാവിങ് സെഡ് ദാറ്റ്, ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ ബാക്കി കുറച്ച് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്നാണ് പറയുക അതിന്. ഈ ഡിസ്റ്റോണിയ, അക്കത്തേസിയ, ടാർഡിയവ് ഡിസ്കൈനേസിയ ഇതെല്ലാം NMS ഒക്കെ ദേ ആർ കോൾഡ് ആസ് എന്താണ് നമ്മുടെ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ എക്സ്ട്രാ പിരമിഡൽ സിംറ്റം സൈഡ് എഫക്ട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കേട്ടോ. അടുത്ത മറ്റ് സൈഡ് എഫക്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കി പോകാം. മെറ്റബോളിക് സൈഡ് എഫക്ട്സ് ലൈക്ക് വെയിറ്റ് ഗെയിൻ. ആൻറ്റിസൈക്കോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ഹൈപ്പർ ഗ്ലൈസിമിയ അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ടാവാം, ഡിസ്ലിപ്പിഡീമിയ ഉണ്ടാവും. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ, അവർ കഴിക്കുമ്പോൾ ഭയങ്കര ഡ്രൗസി ആയിരിക്കും, ഫറ്റീഗ് ഒക്കെ ഉണ്ടാവും. പിന്നെ കാർഡിയോവാസ്കുലർ സൈഡ് എഫക്ട്സ് എന്താണ്? അവർക്ക് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ, കിടന്നിട്ട് എഴുന്നേൽക്കുമ്പം പെട്ടെന്ന് തന്നെ BP താഴുന്നു. പിന്നെ അരിത്മിയ എന്താ? അരിത്മിയ ECGയിൽ എന്താ ചേഞ്ചസ് ചെയ്ത് ഓർത്ത് വെച്ചോളെ? QT interval prolongation. ഓക്കെ, ദെൻ കംസ് ആൻറ്റിക്കോളിനർജിക് ഇഫക്ട്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാണുന്നതാണിത്. ആൻറ്റിക്കോളിനർജിക് സൈഡ് എഫക്ട്സ് ഡ്രൈ മൗത്ത്, കോൺസ്റ്റിപ്പേഷൻ, ബ്ലഡ് വിഷൻ ആൻഡ് യൂറിനറി റിട്ടൻഷൻ. പിന്നെ എൻഡോക്രൈൻ സൈഡ് എഫക്ട്സ് എന്താ? ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ, ഗാലക്ടോറിയ, അമ്നോറിയ ആൻഡ് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ആർ ദ എൻഡോക്രൈൻ സൈഡ് എഫക്ട്സ്. Then these antipsychotics also causes severe reactions. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരെണ്ണം പറഞ്ഞു, ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം. പിന്നെ സീഷേഴ്സ് ഉണ്ടാവും. എഗ്രാനുലോസൈറ്റോസിസ്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ്. എഗ്രാനുലോസൈറ്റോസിസ് ക്ലോസാപ്പിൻ്റെ സൈഡ് ഇഫക്റ്റ് ആണ്. അടുത്ത എൽഡർലി പീപ്പിളിനാണെങ്കിൽ ദേ ഹാവ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സ്ട്രോക്ക്. സോ ദീസ് ആർ ദ കോമൺ സൈഡ് എഫക്ട്സ് ഓഫ് ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കൂടി നട്ട്ഷെല്ലിൽ ഈ ഒരൊറ്റ സ്ലൈഡ് നിങ്ങൾ പഠിച്ചാൽ മതി. ദർ ആർ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് സ്ലൈഡ്. അടുത്തത്, a client develops clouding of consciousness, disorientation and hallucination 2 to 4 days after complete abstinence of alcohol, which is this withdrawal syndrome. Alcoholic seizures, alcoholic hallucinosis, delirium tremens, amnestic disorder. So ഇത് ഇവിടെ നമ്മൾ ഓർക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ കീ പോയിന്റ് എന്താണ്? ക്ലൗഡിങ് ഓഫ് കോൺഷ്യസ് ആൻഡ് ഡിസോർഡർ. ഈ സിംറ്റംസ് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ആൽക്കഹോൾ നിർത്തി 2 മുതൽ 3 ദിവസത്തിനകത്താണ് ഡെവലപ്പ് ചെയ്യുക. അതാണ് ഇവിടുത്തെ നമ്മുടെ കീ എന്ന് പറയുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു വാക്കെന്ന് പറയുന്നത് 2 to 4 days ആണ്. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. The answer is delirium tremens. എന്താണ് delirium tremens എന്ന് പറഞ്ഞാൽ? It's a form of severe alcohol withdrawal and that happens എപ്പോഴാണ്? 2 to 4 days after complete cessation of alcohol. ആൽക്കഹോൾ തൊടാതെ 2 മുതൽ 3-4 ദിവസത്തിനിടയിൽ വരുന്നതാണ് delirium tremens. ഇവിടെ വേറെ എന്തൊക്കെ മാനിഫെസ്റ്റേഷൻസ് കാണാം? ക്ലൗഡിങ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്, അതുപോലെ തന്നെ they get disoriented, hallucinations especially visual or tactile hallucinations, then agitation, tremors അറിയാലോ, കൈകാലൊക്കെ പറയലും ഒക്കെ. പിന്നെ ഓട്ടോണമിക് ഇൻസ്റ്റെബിലിറ്റി ലൈക്ക് ഫീവർ, ഹൈ BP, ടാക്കിക്കാർഡിയ എക്സെട്ര.
മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ആൽക്കഹോളിക് സീഷേഴ്സ്. ആൽക്കഹോളിക് സീഷേഴ്സ് 6 to 48 അവേഴ്സിനകത്ത് ഉണ്ടാകുന്നതാണ്. സ്റ്റോപ്പ് ചെയ്ത് 6 to 48 അവേഴ്സിനകത്താണ് ആൽക്കഹോളിക് സീഷേഴ്സ് കാണപ്പെടുന്നത്. പക്ഷെ അവിടെയും എന്താണ്? കോൺഷ്യസ്നെസ് ക്ലൗഡിങ് ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ ഹാലൂസിനേഷൻസോ ഇങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ആൽക്കഹോളിക് ഹാലൂസിനോസിസ്. ഹാലൂസിനോസിസ് എന്ന് പറഞ്ഞാൽ അവിടെ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഹാലൂസിനേഷൻസ് ഒക്കെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഓഡിറ്ററി ആണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, പണ്ടൊക്കെ ഈ കള്ളു കുടിച്ച ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ പാട്ടൊക്കെ പാടി നല്ല രസമായിട്ട് നടന്നു പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ചെവിയിൽ വാക്മാനോ അല്ലെങ്കിൽ ഇയർഫോണോ ഒന്നും ഇല്ലാതെ തന്നെ, അവർക്ക് മൊബൈലും വേണ്ട, അവർക്ക് തന്നെ പാട്ട് കേൾക്കാനും പറ്റും, അതിനൊപ്പം അവർ പാടി അങ്ങനെ പോകുന്നതാണ്. സോ ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ആണ് അവിടെ കാണപ്പെടുന്നത്. ഓക്കെ, ഇതും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? കോൺഷ്യസ്നെസ് ക്ലിയർ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് ദിസ് ഹാപ്പൻസ് 12 to 24 hours ആഫ്റ്റർ സ്റ്റോപ്പിംഗ് ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോൾ നിർത്തി ആദ്യം തുടങ്ങുന്നത് എന്താണ്? സീഷേഴ്സ്. പിന്നെ പതുക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടു തുടങ്ങും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഡെലീറിയം ട്രെമൻസ് എന്നുള്ള സംഭവം വരുന്നത്. കൈകാല് വിറയലും മൊത്തത്തിലൊരു കോൺഷ്യസ്നെസ് ക്ലൗഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി വീണ് കിടക്കും, ഓടയ്ക്കകത്തോ വല്ലയിടത്തും ഒക്കെ പോയി ഇറങ്ങി കൊടുക്കും. അപ്പോൾ അതാണ് ഡെലീറിയം ട്രെമൻസ്. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? അംനീസിക് ഡിസോർഡർ. ഇത് ക്രോണിക് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഒത്തിരി കാലമായിട്ട് ആൽക്കഹോൾ കുടിച്ചേച്ച് പിന്നെ അവർക്ക് ഇങ്ങനെ ക്രോണിക് മെമ്മറി ഒക്കെ പ്രശ്നം വരും. അതിനെയാണ് വെർണിക്കീസ് കോർസാക്കോഫ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതൊരു വിഡ്രോവൽ സ്റ്റേറ്റ് അല്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് വെർണിക്കീസ് കോർസാക്കോഫ് സിൻഡ്രോം. എന്താണെന്ന് നോക്കാം. ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്, ക്രോണിക് ആൽക്കഹോളിസത്തിൽ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണിത്? ആൽക്കഹോളിസം ഒത്തിരി ഉള്ള ആൾക്കാർ, അഡിക്ഷൻ ഉള്ള ആൾക്കാർക്ക് അവർക്ക് വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി വരും, അല്ലെങ്കിൽ തൈമിൻ്റെ ഡെഫിഷ്യൻസി വരും. അതാണ് ഇവിടുത്തെ റീസൺ. അപ്പോൾ ഈ പ്രോബ്ലം ഉള്ളവർക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും, അവർക്ക് അറ്റാക്സി ഉണ്ടാവും, ഐ മൂവ്മെൻറ്റിന് തന്നെ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. ഇതിനോടൊപ്പം തന്നെ കാണുന്നതാണ് കോർസാക്കോഫ് സൈക്കോസിസ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കാണപ്പെടുന്നു. അവർക്ക് മെമ്മറി ലോസ്. കോർസാക്കോഫ് സൈക്കോസിസിൽ മെമ്മറി ലോസ് എന്ത് തരം മെമ്മറിയാണ്? റീസെൻറ്റ് മെമ്മറിയാണ് കേട്ടോ. പഴയ കാലമൊക്കെ ഓർമ്മ വരും, പക്ഷേ ഇന്ന് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. സോ റീസെൻറ്റ് മെമ്മറി ഈസ് എഫക്റ്റഡ് ഹിയർ. ആൻഡ് ഓൾസോ കൺഫാബുലേഷൻ. എന്താ കൺഫാബുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി ഗ്യാപ്സ് ഉണ്ടല്ലോ. ഇപ്പം നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് നമുക്ക് പെട്ടെന്ന്, നമ്മൾ ചിന്തിച്ചല്ലേ സംസാരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് ഗ്യാപ്പ് വന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ഇതിനിടയിൽ ഒരു സ്റ്റോറി അങ്ങ് കയറ്റിക്കൊള്ളും. അതാണ് കൺഫാബുലേഷൻ. ഓക്കെ, കോർസാക്കോഫ് സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ യു ആർ ഫില്ലിംഗ് അപ്പ് യുവർ മെമ്മറി ഗ്യാപ്സ് വിത്ത് സം സ്റ്റോറീസ്. കോർസാക്കോഫ് സൈക്കോസിസിൻ്റെ ഒരു സിംറ്റം അതാണ് കൺഫാബുലേഷൻ, വിച്ച് മീൻസ് ദാറ്റ് യു ആർ ഫില്ലിംഗ് അപ്പ് മെമ്മറി ഗ്യാപ്സ് യൂസിങ് സ്റ്റോറീസ്. അടുത്ത ചോദ്യം. A client during sleep experiences temporary sudden loss of muscle tone causing weakness and immobilization. This is called as cataplexy, catharsis, catalepsy, cathexis. ഓക്കെ, ഇതിപ്പം ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, കാരണം എല്ലാത്തിനെയും കാണാൻ ട്വിൻസിനെ പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിക്കുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കാറ്റാലെപ്സി, കാറ്റാപ്ലെക്സി നോക്കി, ഇതെപ്പോഴും മാറിപ്പോകുന്നതാണ്. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ? കാറ്റാപ്ലെക്സി. കാറ്റാപ്ലെക്സി എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് പെട്ടെന്ന് ഉണ്ടാകുന്നതാണിത്. പെട്ടെന്ന് തന്നെ ഒരു മസിൽ ടോണൊക്കെ അങ്ങ് പോകും. ആൻഡ് ഇറ്റ് ഈസ് ട്രിഗേർഡ് ബൈ സ്ട്രോങ് ഇമോഷൻസ്. പെട്ടെന്നുണ്ടാവുന്ന ഒരു വികാരത്തള്ളല്ല, സന്തോഷമാവും, സങ്കടമാവും, എന്തുമാവും, പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവർ താഴേക്ക് അങ്ങോട്ട് മസിൽ ടോണൊക്കെ പോയി താഴേക്ക് അങ്ങ് വീഴും. സോ ദാറ്റ് ഈസ് കാറ്റാപ്ലെക്സി, which is associated with strong emotions. And this is another point which you have to remember. ഇത് നാർക്കോപ്ലെക്സി ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. സോ ദർ ഇസ് എ ടെമ്പററി, ദിസ് ഇസ് എ ടെമ്പററി സിറ്റുവേഷൻ. ഓക്കെ, ടെമ്പററി വീക്ക്നെസ് ആൻഡ് കംപ്ലീറ്റ് കൊളാപ്സ് ഓർ കംപ്ലീറ്റ് കൊളാപ്സ്. ബട്ട് എന്താ, ഇത് കോൺഷ്യസ്നെസ് മാത്രം ഇൻടാക്റ്റ് ആയിട്ട് ഉണ്ടാവും. സോ ഇത് ട്രിഗേർഡ് ബൈ സ്ട്രോങ് ഇമോഷൻസ് ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ നാർക്കോലെപ്സി ആൻഡ് ദർ ഇസ് എ ടെമ്പററി വീക്ക്നെസ്. ഇത് ടെമ്പററി കണ്ടീഷനാണ്, പക്ഷേ അവരുടെ കോൺഷ്യസ്നെസ് ആണെങ്കിൽ നല്ലതായിട്ടിരിക്കും. അപ്പോൾ മസിൽ ടോണിന് മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ. ആൻഡ് ദിസ് ക്യാൻ ഹാപ്പൻ ഡ്യൂറിങ് വേക്കിംഗ് അവേഴ്സ് ഓർ ഓൺ ദ ഓൺസെറ്റ് ഓഫ് സ്ലീപ്പ്. ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഇത് സംഭവിക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ തോന്നും സ്ട്രോക്ക് ആയോ എന്ന് തോന്നും പേഷ്യൻസിന്. അങ്ങനെ സഡനായിട്ട് പാരാലിസിസ് ആയി താഴേക്ക് വീഴും.
അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഈ കാറ്റാപ്ലെക്സി നാർക്കോലെപ്സി ഉള്ള ആൾക്കാരിലെ കാണുന്നത്. അപ്പം നാർക്കോലെപ്സി എന്താണെന്നൊന്ന് നോക്കാം. ഒരുപാട് നേരം രാവിലെ കിടന്ന് ഉറങ്ങുന്ന സ്വഭാവമാണിത്. എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഹോർമോണിൽ വരുന്ന ചില വ്യതിയാനങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെയൊക്കെ സഡനായിട്ട് ഭയങ്കരമായിട്ട് ഉറങ്ങും. ഞാൻ ഇതുപോലത്തെ ഇഷ്ടം പോലെ സ്റ്റുഡൻസിനെ എൻ്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നാർക്കോലെപ്സി എന്ന് വിചാരിക്കരുത്. ഇത് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, സഡൻലി ഞാൻ ഇങ്ങനെ ഇന്ന് കൂർക്കം വലിച്ചുറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? ദാറ്റ് ഇസ് കോൾഡ് നാർക്കോലെപ്സി. ഓക്കെ. പിന്നെ അപ്പോൾ ഇത് കാറ്റാപ്ലെക്സി ഉള്ള ആൾക്കാരിലാണ് നമ്മൾ കാണുന്നത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന് സ്ലീപ്പ് പാരാലിസിസ്, ബിക്കോസ് ദേ വിൽ ഓൾസോ ഡെവലപ്പ് സ്ലീപ്പ് പാരാലിസിസ്, ടെമ്പററി ഇൻഎബിലിറ്റി ടു മൂവ് വെൻ ഫോളിങ് അസ്ലീപ്പ് ഓർ വേക്കിംഗ് അപ്പ്. അപ്പോൾ ഉറക്കം വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, പിന്നെ അവരിങ്ങനെ ചത്ത ശവം പോലെ ഇങ്ങനെ കിടക്കും, വട്ടി പോലെ കിടക്കും. അതാണ് സ്ലീപ്പ് പാരാലിസിസ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഹിപ്നഗോഗിക് ഹാലൂസിനേഷൻസും ഡെവലപ്പ് ചെയ്യും. ഹിപ്നഗോഗിക് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ അവർ ആ സ്ലീപ്പ് വരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഭയങ്കര നല്ല വിവിഡായിട്ടുള്ള ഡ്രീംസ് ഒക്കെ കിട്ടും. അപ്പോൾ നല്ല രീതിയിലുള്ള ഡ്രീം ലൈക്ക് എക്സ്പീരിയൻസസ്, അത് റിയാലിറ്റിയാണോ ഡ്രീം ആണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല വിവിഡ് ഡ്രീംസ് ഒക്കെ കാണാം. ആൻഡ് ദേ വിൽ ഓൾസോ ഹാവ് ഡിസ്റപ്റ്റഡ് നൈറ്റ് സ്ലീപ്പ്. രാവിലെ മൊത്തം കിടന്ന് തുടങ്ങിയാൽ പിന്നെ രാത്രി എവിടെ ഉറക്കം വരുന്നത് അല്ലേ? ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ദർ ഇസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ കോൾഡ് ഓറക്സിൻ ഓർ ഹൈപ്പോക്രിറ്റിൻ. ഹൈപ്പോക്രിറ്റിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഇങ്ങനെ ഉറക്കം വരുന്നത്. അപ്പം ഈ ഡേ ടൈം സ്ലീപ്പിനെസ് ഉള്ള ആൾക്കാരെ ഇനി ആരും കുറ്റം പറയരുത്. അവർക്ക് ഡെഫിഷ്യൻസി ഓഫ് ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ കോൾഡ് ഹൈപ്പോക്രിറ്റിൻ ഈസ് ദെയർ. ഓക്കെ. അടുത്തത് നമ്മൾ പറയുന്നത് കഥാർസിസ്. എന്താണ് കഥാർസിസ്? കഥാർസിസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ റിലീസാണ്. വിച്ച് ഇസ് ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളതിങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നു എന്നൊക്കെ പറയത്തില്ലേ, അതാണ് കഥാർസിസ്. ദെൻ കംസ് കാറ്റാലെപ്സി. കാറ്റാലെപ്സി നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? കാറ്റാപ്ലെക്സി. കാറ്റാലെപ്സി എന്ന് പറഞ്ഞാൽ അതൊരു ട്രാൻസ് ലൈക്ക് സ്റ്റേറ്റ് ആണ്. നമ്മൾ ഈ സന്യാസിമാരൊക്കെ തപസ്സിരിക്കുന്ന ആ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റാണ് കാറ്റാലെപ്സി. ട്രാൻസിലായിരിക്കും. യഥാർത്ഥ ട്രാൻസ് ആവണം എന്നൊന്നും കേട്ടോ, ട്രാൻസിൽ പോലെ ഇരിക്കും. ആൻഡ് ദ ബോഡി വിൽ നോട്ട് മൂവ്, ലൈക്ക് റിജിഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് സീൻ ഇൻ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത് സൈക്കാട്രിക് വാർഡിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ നമുക്ക് വലിയ ഇഷ്ടം. നമ്മൾ സ്റ്റുഡൻസ് അല്ലേ, അപ്പം ഈ സൈക്കാട്രിക് വാർഡിൽ മെഡിക്കേഷൻസ് കൊടുക്കുന്ന ഒരു ഭയങ്കര ടാസ്ക്കാണ്. കാരണം പലരും തെക്കോട്ടും വടക്കോട്ടും ഓടും, കുറേ ആൾക്കാർ മെഡിസിൻ എടുത്ത് കഷത്ത് വെച്ചുകൊണ്ട് പോകും. ഇങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഈ ചേച്ചിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ എത്ര കുത്തിയാലും ബസ്സിൽ മെയിൻ കിട്ടിയില്ലെങ്കിലും പുള്ളിക്കാരത്തി ഒന്നും മിണ്ടത്തില്ല, അന്നങ്ങാതെ അങ്ങനെ ഇരുന്ന് തരും. അപ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ആസ് കാറ്റാലെപ്സി. അടുത്ത എന്താണ്? കാത്തക്സിസ്. കാത്തക്സിസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇമോഷണൽ എനർജിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ഫ്രോയിഡിൻ്റെ ഒരു തിയറിയാണ്. ഇതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മമാർ അവരുടെ പെൺമക്കൾ മോസ്റ്റ്ലി പെൺകുട്ടികളിലാണിത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒപ്പം ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ ഇങ്ങനെ പുറകേ നടക്കുമല്ലോ. ആ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ എന്താ പാർഷ്യലി അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി വിടണ്ടേ? അതുണ്ടാവില്ല. അതിന് ഇങ്ങനെ എല്ലാം പാമ്പർ ചെയ്ത് അതും കൊടുത്ത് ഇതും കൊടുത്ത് അങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഒരു ഏജ് കഴിയുമ്പോൾ പിന്നെ എന്താ, ഇറ്റ് ബിക്കംസ് എ കൈൻഡ് ഓഫ് ടോക്സിക് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലൊരു അമ്മച്ചിയും അവരുടെ ഒരു മകനും കൂടി എന്തോ ആവശ്യത്തിന് വന്നിരുന്നു. അപ്പം ഞാൻ നമ്മുടെ വീട്ടിലെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ചായ എടുക്കാൻ പോകത്തില്ല. ഞാൻ അങ്ങോട്ട് അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ ഇവർ പുറകെ നിന്ന് വിളിച്ച് പറയാം, എൻ്റെ മോന് ചായ കുടിക്കത്തില്ല കേട്ടോ, പാലേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞു. 25 വയസ്സായ കട്ടിമീശക്കാരനാണ്. അപ്പം ഞാനൊന്ന് നോക്കി, ശരി എന്നാൽ പിന്നെ പാലെടുത്ത് കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെന്നപ്പോൾ അടുത്തത്, ബോൺവിറ്റ ഇട്ടേ കുടിക്കുകയുള്ളൂ അവൻ കേട്ടോ എന്ന്. പിന്നെ ഞാൻ ബോൺവിറ്റ എടുത്ത് കലക്കിക്കൊണ്ടേ കൊടുത്തു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ, ഈ അമ്മ അങ്ങനെ കുഞ്ഞിൽ നാളിൽ എങ്ങനെ ഉണ്ടായിരുന്നു അത് തന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ സോ മച്ച് ഓഫ് ഇമോഷണൽ എനർജി ഈസ് ഇൻവെസ്റ്റഡ് ആൻഡ് ദാറ്റ് ലീഡ്സ് ടു സം കൈൻഡ് ഓഫ് എ ടോക്സിക് റിലേഷൻഷിപ്പ് ആസ് വെൽ. ഇതിന് മസിൽ ഫംഗ്ഷനായിട്ട് യാതൊരു റിലേഷനും ഇല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, when interviewing a client with schizophrenia, the nurse identifies that he has delusion of persecution. ഇവിടെ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? delusion of persecution. So the most appropriate behavior of the nurse would be debate the patient regarding delusion, dwell into the content of delusion, tell the patient that it can be discussed, acknowledge the feelings and reinforce reality. അപ്പോൾ delusions of persecution നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ്.
എന്ത് ചെയ്യണം? യു അക്നോളജ് ദ ഫീലിങ്സ് ആൻഡ് റീഇൻഫോഴ്സ് ദ റിയാലിറ്റി. അപ്പോൾ ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്നാരോ കൊല്ലാൻ വരുന്നു എന്നുള്ള ചിന്തയാണ്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് അല്ലല്ല ആരും ഇല്ല, എന്താണ് ഇങ്ങനെ, അങ്ങനെ പോയിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യരുത്, ഡയറക്റ്റ്ലി ഒരിക്കലും ചാലഞ്ച് ചെയ്യരുത് അത്. കാരണം അതിന് പിന്നെയും കൂടുതൽ അവർ റെസ്റ്ലെസ്സും ഡിഫെൻസീവ് ആവും. സോ നെവർ ഡു ദ. only thing is you say okay fine and accept that ഫീലിങ്സ്, അവരുടെ ഫീലിങ്സിനെ അക്നോളജ് ചെയ്യണം. പക്ഷേ നമ്മൾ അതുപോലെ തന്നെ അതിനെ ഒരിക്കലും നമ്മൾ എന്താ പറയുക, റിയാലിറ്റിയിൽ നിന്നും മാറ്റി നിർത്തരുത്. അപ്പോൾ റിയാലിറ്റിനെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഫീലിങ്സ് നമ്മൾ അക്നോളജ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു എക്സാമ്പിൾ, വാലിഡേറ്റ് ദി ഇമോഷൻസ് നോട്ട് ദ ഡെല്യൂഷൻസ്. ഓക്കെ, സോ യു ഹാവ് ടു ടെൽ ദം ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് ദറ്റ് യു ആർ സ്കേർഡ്. പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് ഒരു സേഫ് പ്ലേസിലാണ്, ഞാനുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, യു ആർ ഇൻ എ സേഫ് പ്ലേസ്, യെറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലംസ് എന്ന് പറയണം. അതാണ്. സോ അക്നോളജ് ദ ഫീലിങ്സ് ആൻഡ് റീഇൻഫോഴ്സ് ദ റിയാലിറ്റി. ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഡിബേറ്റ് ദ ക്ലയൻറ്റ് റിഗാർഡിങ് ഡെലൂഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യരുത്, അവർ ഭയങ്കര അജിറ്റേറ്റഡ് ആണ്. ഡ്വെൽ ഇൻ ടു ദ കോണ്ടന്റ് ഓഫ് ദ ഡെലൂഷൻ. പോയി അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ ആ ഒരു ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ആര് കൊല്ലാൻ വന്നു, എപ്പോൾ വന്നു, എങ്ങോട്ടേക്ക് പോയി, എന്നിട്ട് എന്ത് സാധനം വെച്ചാൽ കൊല്ലാൻ വന്നു, ഇങ്ങനെയൊക്കെ ഒരിക്കലും അതിലോട്ട് നമ്മൾ പോവുക ചെയ്യരുത്. ഇറ്റ്സ് നെവർ തെറാപ്യൂട്ടിക്. ആൻഡ് ടെൽ ദ പേഷ്യൻ്റ് ദറ്റ് ഇറ്റ് ക്യാൻ ബി ഡിസ്കസ്. ഓക്കെ, നമുക്കത് പിന്നെ സംസാരിക്കാം, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വെരി വേഗ് ആൻഡ് ഇറ്റ് ഡസൻ സെർവ് എനി പർപ്പസ്. Next question. The personality disorder characterized by odd and magical thinking, eccentric behavior, suspiciousness, unusual perceptual experiences and inappropriate affect. ഇതൊക്കെ ഏതോ ഒരു കണ്ടീഷൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. ഏതാണ് കണ്ടീഷൻ? സ്കിസോടൈപ്പൽ, സ്കിസോയിഡ്, പാരനോയിഡ്, ഹിസ്ട്രോണിക്. ഏത് പേഴ്സണാലിറ്റിയിലാണ് ഇതൊക്കെ കാണുന്നത്? എന്തൊക്കെയുണ്ട്? മാജിക്കൽ തിങ്കിങ് ഉണ്ട്, എക്സെൻട്രിക് ബിഹേവിയർ ഉണ്ട്, പിന്നെ സസ്പീഷ്യസ്നെസ് ഉണ്ട്, ആൻഡ് unusual perceptual experiences and inappropriate affect. Inappropriate affect എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം വിഷമമുള്ള സാഹചര്യങ്ങളാണ് റിയാലിറ്റിയിലുള്ളതെങ്കിൽ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് അതിനെപ്പറ്റി പറയുമ്പം ഭയങ്കരമായിട്ട് ചിരിച്ച് ഉല്ലസിച്ച് പറയുന്നതാണ് ഇൻഅപ്രോപ്രിയേറ്റ് എഫക്റ്റ്. അപ്പോൾ ഇതേത് തരം പേഴ്സണാലിറ്റിയാണ്? Schizotypal personality disorder. So there you can see odd, eccentric behavior and appearance, magical thinking കേട്ടോ. മാജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയും, സ്വർഗത്തിൽ നിന്ന് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു, ഞാനൊരു രാജകുമാരിയായിരുന്നു പണ്ടത്തെ ജന്മത്തിൽ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതാണ് മാജിക്കൽ തിങ്കിങ്. സസ്പീഷ്യസ് ആൻഡ് പാരനോയിഡ് ഐഡിയേഷൻ. പാരനോയ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇല്യൂഷൻസ് ഉണ്ടാവും, അതാണ് ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻസ് ആർ കോൾഡ് ആസ് ഇല്യൂഷൻസ്. ദെൻ ഇൻഅപ്രോപ്രിയേറ്റ് എഫക്റ്റ് ഓൾറെഡി ഞാൻ സംസാരിച്ചതിനെ പറ്റി. ദെൻ സോഷ്യൽ ആങ്സൈറ്റി. സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കടയിൽ പോകാൻ പേടി, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലോട്ട് നിൽക്കാനായിട്ട് പേടി, കാരണം മറ്റാൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സോഷ്യൽ ആങ്സൈറ്റി. സോ ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡർ. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ വിച്ച് കംസ് അണ്ടർ ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡർ. മറ്റ് ഓപ്ഷൻസ് എന്താണ്? സ്കിസോയിഡ്. സ്കിസോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഡ്രോവൽ ഉണ്ട്, ഇമോഷണലി സോഷ്യലി ദേ ആർ വിഡ്രോഡ്, പക്ഷേ മാജിക്കൽ തിങ്കിങ് ഒന്നും ഇല്ലാതില്ല. പാരനോയ ഓൾറെഡി അറിയാം, സസ്പീഷനാണ് മൊത്തത്തിൽ. ദെൻ ഹിസ്ട്രോണിക് ബിഹേവിയർ എന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ്, അവിടെയും മാജിക്കൽ തിങ്കിങ് ഇല്ല. ഓക്കെ, അപ്പം ഈ സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി എന്താണ്? ഓൾമോസ്റ്റ് സ്കിസോഫ്രീനിക് നിങ്ങൾക്ക് ഓർക്കാം. ഇവിടെ പക്ഷേ മാജിക്കൽ തിങ്കിങ്ങും എക്സെൻട്രിക് ബിഹേവിയറും ഒക്കെ ഉണ്ട്. ഫുള്ളി സൈക്കോട്ടിക് അല്ല, ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് ക്ലോസ് ടു സ്കിസോഫ്രീനിയ. Next question. A disorder characterized by erratic and dysrhythmic pattern of speech and jerky rapid spurting of words, and the affected person is unaware of the impairment. So ഇവിടെ പേഷ്യൻറ്റിന് അവയർനെസ് ഇല്ല കേട്ടോ, പക്ഷേ ഒരു ഡിസ്റിത്മിക് പാറ്റേൺ ഓഫ് സ്പീച്ച് ആണ്, ജേർക്കി റാപ്പിഡ് സ്പേർട്ടിങ് ഓഫ് സ്പീച്ച്. പെട്ടെന്ന് തന്നെ വാക്കുകൾ ഇങ്ങനെ വായിന്ന് വെളി ചാടി വന്നുകൊണ്ടിരിക്കുക. അതെന്താണ്? സ്റ്റട്ടറിങ്, ക്ലട്ടറിങ്, സ്റ്റാമറിങ്, പെർസിവറേഷൻ. അപ്പോൾ ഇതൊരു സ്പീച്ച് ഡിസോർഡറിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ദി ആൻസർ ഇസ് ക്ലട്ടറിങ്. ക്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ ഇററാറ്റിക്, ഡിസ്റിത്മിക് സ്പീച്ച് പാറ്റേൺസ് which is rapid, jerky and irregular spurting of words. Sometimes the words will be omitted, slurred or poorly organized.
ആൻഡ് ദർ ഇസ് എ ലാക്ക് ഓഫ് അവയർനെസ്. ഈ ഒരു സ്പീച്ച് പ്രോബ്ലം അവർക്കുണ്ടെന്നുള്ളതിനെ പറ്റി അവർക്ക് വലിയ അവയർനെസ് ഇല്ല. ഓക്കെ, ദർ ഇസ് എ ലാക്ക് ഓഫ് അവയർനെസ്. അപ്പോൾ നിങ്ങൾ ചിലപ്പം ചോദിക്കുമായിരിക്കും ഇപ്പം ഓക്കെ, മറ്റ് ഓപ്ഷൻസും കൂടി നമുക്ക് നോക്കാം. സ്റ്റട്ടറിങ്. സ്റ്റട്ടറിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ, വിക്ക് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജുള എന്ന് പറയുന്നതാണ് സ്റ്റട്ടറിങ്. ഇതിൻ്റെ വേറൊരു പേര് തന്നെയാണ് സ്റ്റാമറിങ്. ഓക്കെ, ഇന്നൊരു ഓപ്ഷൻ ഉണ്ട് പെർസീവറേഷൻ. പെർസീവറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റെപ്പറ്റീഷൻ ഓഫ് വേർഡ് ഇൻ റെസ്പോൺസ്. Repetition of a word as a response beyond what is appropriate. For example, if I ask you, what is your name? You say that my name is John. അടുത്ത എൻ്റെ ചോദ്യം, അപ്പോൾ നിങ്ങളുടെ പേരെന്താണ്? ജോൺ. അടുത്ത ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ സ്ഥലം ഏതാണ്? നിങ്ങളുടെ വീട് എവിടെയാണ്? ജോൺ. നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത്? ജോൺ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. ആൻഡ് ദേ കീപ് റിപ്പീറ്റിംഗ് ദിസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ, തോട്ടല്ല, അതൊരു എന്താ പറയുക, ആ റെസ്പോൺസിൽ നിന്ന് അവർക്ക് ഡീവിയേറ്റ് ചെയ്ത് മാറാനായിട്ട് കഴിയുന്നില്ല. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു കണ്ടക്ടർ, KSRTCയിലെ കണ്ടക്ടറാണ് അദ്ദേഹം. അപ്പോൾ ആ പുള്ളി റിട്ടയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് 10-60 വയസ്സായപ്പോഴും വീട്ടിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നു. അപ്പോൾ അതാണ് പെർസിവറേഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഫ്ലുവൻസി ഡിസോർഡർ. ഫ്ലുവൻസിക്ക് അവിടെ പ്രശ്നമില്ല. ഇറ്റ് ഈസ് എ ന്യൂറോളജിക്കൽ ഡിസോർഡർ. ഏജിങ് ആകുമ്പോൾ ഉള്ള ചില ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് ഉണ്ടാകുന്നതാണിത്. അപ്പോൾ നമ്മളിവിടെ 2 കാര്യങ്ങളാണ്, ക്ലട്ടറിങ്ങും സ്റ്റട്ടറിങ്ങും. ക്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ആൻഡ് ദ പേഴ്സൺ ഈസ് നോട്ട് അവെയർ. സ്റ്റട്ടറിങ് എന്ന് പറഞ്ഞാൽ സ്ലോ ആൻഡ് സ്ട്രഗ്ലിങ് അല്ലെങ്കിൽ എഫേർട്ട്ഫുൾ സ്പീച്ച് ആൻഡ് ദ പേഴ്സൺ ഈസ് അവെയർ. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിച്ച് കാണും, എന്താണ് ഈ ക്ലട്ടറിങ്, ഇറാറ്റിക് ഡിസ്റിത്മിക് പാറ്റേൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി വേർഡ്സ് ഇങ്ങനെ റാപ്പിഡായിട്ട് വന്നുകൊണ്ടിരിക്കുക, ജേർക്കി ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതും നിങ്ങൾക്ക് പ്രഷർ ഓഫ് സ്പീച്ച് എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. മാനിയയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ് പ്രഷർ ഓഫ് സ്പീച്ച്. ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ക്ലട്ടറിങ് ഞാനിവിടെ ഒരു ഇംഗ്ലീഷിൽ തന്നെ പറയാം. I'm talking about evidence-based practice, okay? Evidence-based practice integrate the best available evidence, clinical presentation, prevalent guidelines in making healthcare. Rigorous research nurses can identify interventions the more effective and learning to improve the patient safety. Okay. എന്തെങ്കിലും മനസ്സിലായി? കുറച്ചൊക്കെ മനസ്സിലായി കാണും അല്ലേ? അതേസമയം പ്രഷർ ഓഫ് സ്പീച്ച് ഉള്ളവരാണെങ്കിലോ എന്ത് പറയും? Evidence-based practice integrates best available evidence with clinical experiences and patients' preferences and decision-making in healthcare. And when we start a business, we need money and people to support us. And I went to Paris to make a cup of coffee and drink, and my mother went to the shop to get onions, and I'm making payasam today. ഇതാണ് എന്താ പ്രഷർ ഓഫ് സ്പീച്ച് എന്ന് വെച്ചാൽ തോട്ട്സുകൾ, ഒത്തിരി തോട്ടാ, ഒന്നും കണക്റ്റഡ് അല്ല. ഒരു 10-25 തോട്ടുകൾ ഒരുമിച്ച് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? നമുക്കും നമ്മുടെ തോട്ട്സും വരും, ഒത്തിരി തോട്ട്സ് അറ്റ് ടൈം വരും, പക്ഷെ നമ്മളെല്ലാം കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ല. അപ്പോൾ പ്രഷർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അതാണ്. ഒത്തിരി തോട്ട്സ് മനസ്സിലേക്ക് സൈമിൾട്ടേനിയസ് വരും, ഇതെല്ലാം വിളിച്ചു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ക്ലട്ടറിങ്ങിൽ ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇറാറ്റിക് ആയിട്ടും ഡിസ്റിത്മിക് ആയിട്ടും പക്ഷെ ഒരേ തോട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് ആ സ്പീഡിൽ നമുക്ക് പകുതിയും മനസ്സിലാകത്തില്ല. അപ്പം ഞാനിവിടെ എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇത് ഈ PSC ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ചിൻ്റെ ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊരു എക്സാമ്പിളായിട്ട് തന്നെ പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? 3 കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള. ഒന്ന്, ഓൾറെഡി ബെസ്റ്റ് എവിഡൻസ്, റിസർച്ച് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എവിഡൻസും പ്ലസ് നിങ്ങളുടെ എക്സ്പെർട്ടീസ്, ക്ലിനിക്കൽ എക്സ്പെർട്ടീസ് പ്ലസ് പേഷ്യൻറ്റ് പ്രിഫറൻസ്. ഇത് 3ഉം കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് ഫോർ ദ പേഷ്യൻറ്റ് കെയർ. ദാറ്റ് ഈസ് കോൾഡ് ആസ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. ഓക്കെ, 3 കാര്യങ്ങൾ മാത്രം അതിനകത്ത് ഓർത്താൽ മതി. നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലിനിക്കൽ എവിഡൻസും അതിൻ്റെ കൂടെ നിങ്ങളുടെ തന്നെ സ്കില്ലും പിന്നെ പേഷ്യൻറ്റിൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ ചേർത്ത് കൂട്ടിക്കൊഴിച്ച് നിങ്ങളൊരു ഡിസിഷൻ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. ഓക്കെ, നൗ coming back to നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ. അടുത്ത ചോദ്യം, കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് നഴ്സ് imparts life skill education for adolescents. Here the nurse uses which level of prevention? ഇത് വളരെ എളുപ്പമുള്ള ഡയറക്റ്റ് ചോദ്യമാണ്.
പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി റീഹാബിലിറ്റേഷൻ എന്താണിത്? പ്രൈമറി പ്രിവെൻഷനാണ്. പ്രൈമറി പ്രിവെൻഷൻ എന്താ? എന്തെങ്കിലും ഒരു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് വരാതിരിക്കാൻ എടുക്കുന്ന പ്രിക്കോഷൻസ് ആണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ അഡോളസൻസിൽ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, കമ്മ്യൂണിക്കേഷൻ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതാണ് പ്രൈമറി പ്രിവെൻഷൻ അണ്ടർ മെൻ്റൽ ഹെൽത്ത്. സെക്കൻഡറി പ്രിവെൻഷൻ ആണെങ്കിലോ, എന്തെങ്കിലും മെൻ്റൽ ഇൽനെസ് ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ അതിന് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഇനി ടെർഷ്യറി പ്രിവെൻഷൻ ആണെങ്കിലോ, മെൻ്റലി ഇല്ലായിട്ടുള്ളവർക്ക് അവരുടെ ഡിസബിലിറ്റീനെ നമ്മൾ എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രയും റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ടു പ്രൊമോട്ടിങ് റിക്കവറി. ദെൻ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരെ സൊസൈറ്റിയിലേക്ക് നമ്മൾ വിടുന്നതിന് മുമ്പ് സോഷ്യലും ഒക്കുപേഷണൽ ഫങ്ഷനിങ്ങും ഒക്കെ കറക്റ്റ് ആക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് റീഹാബിലിറ്റേറ്റീവ് ഫങ്ഷൻ. സോ ഇൻ ഷോർട്ട്, പ്രൈമറി എന്ന് പറഞ്ഞ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യുക, അസുഖം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ടെർഷ്യറി എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. പേഷ്യൻറ്റ് ഡയഗ്നോസ് ടു ഹാവ് മാനിയ എക്സിബിറ്റ് സിവിയർ എലിവേഷൻ ഓഫ് മൂഡ് അസോസിയേറ്റഡ് വിത്ത് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി അല്ലെങ്കിൽ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോർ. So this patient is having euphoria, elation, exaltation, ecstasy. So severe elevation of mood. അതെന്താണെന്നാണ് ചോദ്യം. So it is called as exaltation. Exaltation എന്ന് പറഞ്ഞാൽ സിവിയർ മൂഡ് എലിവേഷൻ ആണ്. മാനിക് കണ്ടീഷൻസിലൊക്കെ മാനിക് എപ്പിസോഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സിവിയർ മൂഡ് എലിവേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ഗ്രാൻഡിയോസ് ഡെലൂഷൻസ്. അപ്പം ഭയങ്കരമായിട്ടുള്ള മൂഡ് എലിവേഷൻ, ഒപ്പം തന്നെ ഗ്രാൻഡിയോസിറ്റി ഒക്കെ ഉണ്ട്. ഗ്രാൻഡിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ആളാണ്, ഭയങ്കര പവറാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം അവിടെ ഗ്രാൻഡിയോസിറ്റിയും കൂടെ ഉണ്ട്, ജസ്റ്റ് മൂഡ് എലിവേഷൻ അല്ല. ആൻഡ് ഓൾസോ യു ഫീൽ ദാറ്റ് ദർ ഇസ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് അസോസിയേറ്റഡ് വിത്ത് പവർ ആൻഡ് പൊസിഷൻ ആൻഡ് ഓൾ ദാറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ എക്സോൾട്ടേഷൻ നിങ്ങൾ സ്വാമി നിത്യാനന്ദനെ ആലോചിച്ചാൽ മതി, എല്ലാം മനസ്സിലാവും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? യൂഫോറിയ, ഇലേഷൻ, എക്സ്റ്റസി. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ യൂഫോറിയ ഇതെല്ലാം മൂഡിൻ്റെ ഒരു മൂഡ് എലിവേഷൻ്റെ പല പല സ്റ്റേജസ് ആണ്. യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് യൂഫോറിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു ജനറലൈസ്ഡ് ഒരു ഇൻറ്റൻസ് ഫീലിംഗ് ഓഫ് വെൽബീയിങ്. നമ്മുടെ എല്ലാവരുടെയും ഒരു യൂഷ്വൽ സ്റ്റേബിൾ മൂഡ് ഉണ്ടാവും. അതല്ല നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടി, അതല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ്മെൻറ്റ്, നിങ്ങളിപ്പം DME പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് വന്നെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അതാണ് യൂഫോറിയ, ഗോൾ അച്ചീവ്മെൻറ്റിലേക്ക് വരുന്നത്. ആൻഡ് ഇതൊരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയാണ്. ഇന്നും കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് വരുന്നതിനാണ് ഇലേഷൻ. So higher than normal joy. Actually, it is seen in mild mania. Mild ആയിട്ടുള്ള manic കേസസിലൊക്കെ. ആൻഡ് ദിസ് ഇസ് ടെമ്പററി. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ ഇനിയും കുറച്ചും കൂടെ അതുക്കും മേലെ എന്ന് പറയാനല്ല. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ബെന്നി ഹിൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തല്ലേ. ബെന്നി ഹിൻ്റെ കരിസ്മാറ്റിക് പ്രെയർ ഗ്രൂപ്പ്സിലൊക്കെ ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ അങ്ങ് എന്താ പറയുക, എക്സ്റ്റസി സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വേറൊരു എക്സാമ്പിൾ പറയും, ഈ പെൻറ്റക്കോസ്റ്റൽ കരിസ്മാറ്റിക് വർഷിപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലും നമുക്ക് കാണാൻ പറ്റും അന്യഭാഷയിലൊക്കെ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അതും ഇല്ലെങ്കിൽ ഇന്നൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുരുകൻ കോവിലൊക്കെ കാവടിയൊക്കെ എടുക്കുമല്ലോ, അഗ്നി കാവടിയൊക്കെ ചെയ്യുമല്ലോ. ആൾക്കാർ ഈ തീക്കനലിലൂടെ ചെരുപ്പെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല അവർക്ക്. അവർ ആ ഒരു എക്സ്റ്റാറ്റിക് സ്റ്റേറ്റിലാണ്, എന്ന് വെച്ചാൽ ഭയങ്കര സ്പിരിച്വൽ, ആ ഒരു എലിവേറ്റഡ് ഓവർവെൽമിങ് സ്റ്റേറ്റിലാണ്. ഇൻറ്റൻസിറ്റി ഇസ് വെരി ഹൈ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വെരി ബ്രീഫ്. ഈ അഗ്നി കവടിയിൽ കൂടെ നടക്കുന്ന, അത് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് തീർന്നു. സോ ഇറ്റ്സ് എ വെരി ബ്രീഫ് സ്റ്റേറ്റ്. സോ ഇതാണ് 3 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹാപ്പി മൂഡ് അല്ലെങ്കിൽ ജോയ്ഫുൾ മൂഡ്. അപ്പം എക്സോൾട്ടേഷൻ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താ, എലിവേറ്റഡ് മൂഡ് പ്ലസ് ഗ്രാൻഡിയോസിറ്റി. ഇവിടെ ഈ മൂഡിൻ്റെ ഒപ്പം ഗ്രാൻഡിയോസിറ്റി കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സോൾട്ടേഷനായി. എക്സാമ്പിൾ സ്വാമി നിത്യാനന്ദ. ഓക്കെ, അടുത്തത്, വെൻ റെൻഡറിങ് കെയർ ടു പേഷ്യൻറ്റ് വിത്ത് ഡിമെൻഷ്യ വിച്ച് ഓഫ് ദ നഴ്സിംഗ് ഇൻ്റർവെൻഷൻ ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ്. സോ ഡിമെൻഷ്യ പേഷ്യൻറ്റിന് നഴ്സിംഗ് കെയർ ആണ് ചോദ്യം. പ്രൊവൈഡ് ആൻ ഇൻകൺസിസ്റ്റൻറ്റ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെയിലി റുട്ടീൻ. പ്രൊവൈഡ് ആൻ എൻവയോൺമെൻറ്റ് വിത്ത് റെഡ്യൂസ്ഡ് സ്റ്റിമുലൈ. സ്പീക്കിംഗ് ഇൻ എ ലോ ക്ലിയർ ടോൺ. യൂസ് ഡിസ്ട്രാക്ഷൻ ടു മാനേജ് ബിഹേവിയർ.
അപ്പോൾ വിച്ച് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ്. ഇത് മിസ് ചെയ്യലേ ഒത്തിരി പിള്ളേർ ഇതങ്ങോട്ട് മിസ് ചെയ്യും. നമ്മൾ ഈ വെപ്രാളം പിടിച്ച് പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള വെപ്രാളത്തിൽ ഈ നോട്ട് എന്നൊക്കെ ഉള്ളതൊക്കെ മിസ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ഡിമെൻഷ്യ പേഷ്യൻറ്റിന്? എന്താണ്? ഇൻകൺസിസ്റ്റൻറ്റ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെയിലി റുട്ടീൻ. കാരണം ഡിമെൻഷ്യയിൽ നമുക്ക് എപ്പോഴും കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മളൊരു വീട്ടിലൊരു റൂം ആണെങ്കിൽ പോലും നമ്മൾ ആ ചെയറും ടേബിളും ഒക്കെ കിടന്നടുത്ത് തന്നെ ഇട്ടേക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞ് ഇവർ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചു പോവും, ആങ്സൈറ്റി ആവും, പിന്നെ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാകും, ബിഹേവിയറൽ ഡിസ്റ്റർബൻസസ് ഒക്കെ. സോ ഒരു ഇൻകൺസിസ്റ്റൻറ്റ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻ്റ് ആണെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളാണ്. സോ ഓൾവേസ് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഗിവ് എ കൺസിസ്റ്റൻറ്റ് സ്ട്രക്ചേർഡ് എൻവയോൺമെൻറ്റ്. മറ്റ് ഓപ്ഷൻസ് ഒക്കെ എന്താണ്? ഇതെല്ലാം നമ്മൾ കൊടുക്കണം. സോ എൻവയോൺമെൻറ്റ് വിച്ച് ഈസ് വിത്ത് റെഡ്യൂസ്ഡ് സ്റ്റിമുലൈ ഈസ് റിക്വയർഡ് ഫോർ പേഷ്യൻസ് വിത്ത് ഡിമെൻഷ്യ. ദെൻ ലോ ക്ലിയർ ടോൺ, പതുക്കെ നിർത്തി സംസാരിച്ചാൽ അവർക്ക് നന്നായി മനസ്സിലാവും. ഓക്കെ, ദാറ്റ് വിൽ റെഡ്യൂസ് ആങ്സൈറ്റി. ആൻഡ് ഡിസ്ട്രാക്ഷൻ ടു മാനേജ് ബിഹേവിയർ. എന്തിനാണ്? അവർക്ക് അവരുടെ ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയറിനെ നമ്മൾ അങ്ങോട്ട് ഡിസ്ട്രാക്ട് ചെയ്ത് വിടുക. കൺഫ്രോണ്ടേഷനിൽ ഒരിക്കലും നമ്മൾ പോയി കൺഫ്രോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരിട്ട് ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീലിങ്ങിനെ നമ്മൾ നേരിട്ട് ക്വസ്റ്റ്യൻ ചെയ്യരുത് ഒരിക്കലും. നമുക്കേ ഇഷ്ടപ്പെടില്ല അല്ലേ? നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ പിന്നെ ഈ ഡിമെൻഷ്യ ഉള്ള ആൾക്കാരുടെ കാര്യം പറയണോ? ദേ വിൽ നോട്ട് ലൈക്ക് കൺഫ്രോണ്ടേഷൻ. സോ വിത്തൗട്ട് കൺഫ്രോണ്ടിങ് യു ജസ്റ്റ് ഡയറക്റ്റ് ഓർ ഡീവിയേറ്റ് ദെയർ അറ്റൻഷൻ. വേറെ എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ നമ്മൾ പറയും, പെട്ടെന്ന് അത് ഇങ്ങോട്ട് എടുത്തോണ്ടെന്ന്, ആ പാത്രം ഇങ്ങോട്ട് എടുത്തോണ്ടെന്ന്, അല്ലെങ്കിൽ ആ സാധനം ഇങ്ങോട്ട് എടുത്തോണ്ടെന്ന് എന്ന് വല്ലതും പറഞ്ഞ് അവരുടെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡിമെൻഷ്യ കെയർ ഈസ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി, കാംനെസ് ആൻഡ് ജെന്റിൽ റീഡയറക്ഷൻ. ഈ 3 പോയിന്റും ഓർത്ത് വെച്ചോളൂ. യു ഷുഡ് നെവർ ഡു ഗിവ് or any activities that will cause confusion or cognitive overload. Cognitive overload എങ്ങനെയാണ്? കൂടുതൽ അവർക്ക് അവരുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ ബുദ്ധി ഇട്ടിട്ട് ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ അനാലിസിസിനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ കുറച്ച് മാത്രം ക്ലിയർ ആയിട്ട് സംസാരിക്കാം. സോ താങ്ക് യു സോ വെരി മച്ച്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഓപ്ഷൻസ്, ഡിസ്ട്രാക്ടേഴ്സും കൂടി പഠിച്ചോളൂ. അതും ഓരോ ഡിസ്ട്രാക്ടറും ഓരോ ചോദ്യങ്ങളാണ് കേട്ടോ. Thank you very much. If you like the video, please do like, share and subscribe. Thank you.